ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സൂറത്തു സജദയുടെ ആമുഖ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ കേട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ സൂറത്ത് പഠനം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തിയാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു സജദ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അലിഫ് ലാം മീം നമ്മൾ മനസ്സിലാക്കിയതാണ്. വിശുദ്ധ ഖുർആനിൽ ഇതുപോലെ ചില വാക്കുകൾ കൊണ്ടുള്ള തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം വിശദീകരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ സൂക്തം ആരംഭിക്കുന്നത് തൻസീലുൽ കിതാബ്, ഈ വേദാവതരണം. അത്യന്തം മനോഹരമായ ഒരു ശൈലിയിൽ വിശുദ്ധ ഖുർആനാകുന്ന വേദത്തിൻ്റെ അവതരണത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. തൻസീലുൽ കിതാബ് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ശൈലിയാണ്. ഇറക്കപ്പെട്ടതാണിത് എന്നതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം അത് പ്രവാചകൻ കെട്ടിച്ചമച്ചതാണ്. അപ്പം തൻസീൽ എന്ന് പറയുന്ന വാക്കിലൂടെ ഇത് അവതരിപ്പിക്കപ്പെട്ടതാണ്, ഇറക്കപ്പെട്ടതാണ് എന്ന് ആദ്യമേ പറയുകയാണ്. അഥവാ ഇത് മുഹമ്മദ് നബി ഒറ്റയ്ക്ക് രചിച്ചതല്ല, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ആരിൽ നിന്നോ കേട്ടതല്ല എന്നത് ഇവിടെ വ്യക്തമാകുന്നു. അൽ കിതാബ് എന്ന് പറയുമ്പോൾ വേദങ്ങൾ, ഖുർആനെപ്പറ്റി പറയുന്നതിന് പുറമെ അല്ലെങ്കിൽ ഉപരിയായി അൽ കിതാബ് എന്ന് പൊതുവായി പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അൽ കിതാബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാണോ? മുമ്പുള്ള പ്രവാചകന്മാർക്കും വേദങ്ങൾ ഇറക്കപ്പെട്ടതല്ലേ? അതിലെന്താണ് ഇത്ര പുതുമ? അതുപോലെ തന്നെ ഒരു വേദമാണ് ഈ വിശുദ്ധ ഖുർആൻ. ഇതിൽ മാത്രം നിങ്ങൾ എന്തിന് സംശയിക്കണം? ലാ റൈബ ഫീ, നിസ്സംശയം, ഒരു സംശയവും അതിലില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇടവാചകമാണ്. തൻസീലുൽ കിതാബി മിർ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ലാ റൈബ ഫീ എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലാണ് സംശയമില്ലാത്തത്? അതിൽ പ്രധാനപ്പെട്ടത് ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് പറയുന്നത് മിർ റബ്ബിൽ ആലമീൻ, സർവലോകനാഥനിൽ നിന്നാണ് ഇതിൻ്റെ ഇറക്കം. ഒരു വേദാവതരണം, അതിൽ സംശയങ്ങളേതുമില്ല. ഇത് സർവലോകനാഥനിൽ നിന്നാണ്. അൽ ആലമീൻ എന്ന് പറയുമ്പോൾ മനുഷ്യരെ നിങ്ങളുടെ മാത്രം റബ്ബൊന്നുമല്ല, മലായിക്കത്തിൻ്റെ, ജിന്നുകളുടെ, ഇൻസുകളുടെ, പറവകളുടെ, പക്ഷി മൃഗാദികളുടെ, ഇഹലോകത്തിൻ്റെ, പരലോകത്തിൻ്റെ ആലമുകൾ പലതാണ്. അങ്ങനെയുള്ള മുഴുവൻ ആലമിൻ്റെയും, ലോകങ്ങളുടെയും റബ്ബാണ്. അതല്ലാതെ ഇത് മറ്റൊന്നുമല്ല. നിങ്ങൾ ആരോപിക്കുന്നത് പോലെ പ്രവാചകൻ രചിച്ച കവിതയല്ല, ഇത് ജ്യോത്സ്യവചനങ്ങളല്ല, ഇത് ആരോ പറഞ്ഞുകൊടുത്ത മന്ത്രങ്ങളല്ല. അവർ പറഞ്ഞിരുന്നല്ലോ അസാത്തീറുൽ അവലീൻ, ഇത് പൂർവിക കെട്ടുകഥകളാണ്. അങ്ങനെയുള്ള കെട്ടുകഥയുമല്ല, ഇത് സിഹ്റല്ല, ഇത് തൻസീലുൽ കിതാബ് മിർ റബ്ബിൽ ആലമീൻ, സർവലോകനാഥനായ അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ വേദഗ്രന്ഥമാണ്. റബ്ബ് എന്ന് പ്രത്യേകം ഇവിടെ പറയുമ്പോൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ,
എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം ഇലാഹും റബ്ബും തമ്മിലുള്ള വ്യത്യാസം. അപ്പം മുഴുവൻ ആളുകളെയും റബ്ബായി, ഉറബ്ബി, മുറബ്ബി, തർബിയത്ത് എന്നൊക്കെ പറയുന്നത് പരിപാലനമാണ്, തുടർച്ചയായ പ്രക്രിയയാണ്. അപ്പോൾ വെറുതെ മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്. മനുഷ്യനിത് വേഗം ഉൾക്കൊള്ളാൻ സാധിക്കും. അവനോട് അടുത്ത് കിടക്കുന്ന ഒരു പദമാണ് റബ്ബെന്ന് പറയുന്നത്. ഇലാഹെന്ന് പറയുന്നത് അവൻ വേറെ ചിന്തിച്ചാലോചിച്ച് തീരുമാനിച്ച് അള്ളാഹുവിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്. റബ്ബെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളെ വളർത്തി പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവനുമായുള്ള ഒരു ബന്ധം. ഇപ്പോൾ നിങ്ങൾ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് തുടങ്ങുന്നത് റബ്ബിന്നാസ്, മനുഷ്യരുടെ നാഥൻ, രക്ഷിതാവ്, വിധാതാവ്, സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ. രണ്ടാമതാണ് മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്. മൂന്നാമതാണ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹ്. ഇപ്പോൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനിൽ നിന്ന് രാജാതിരാജനായ അള്ളാഹുവിലേക്ക്, അതിനുശേഷം ഇലാഹിലേക്ക് പോകുന്ന ഒരു ക്രമം ഈ സൂറത്തുൻ നാസിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ലാ റൈബഫി എന്ന ശൈലി ഏകപക്ഷീയമായി അള്ളാഹു അങ്ങോട്ട് പ്രഖ്യാപിക്കുകയല്ല, അതൊരു തെളിഞ്ഞ സത്യമാണ്. അതിന് നിങ്ങളെല്ലാവരും സാക്ഷിയാണ്, പ്രവാചകൻ്റെ ജീവിതം സാക്ഷിയാണ്. ഇത് അള്ളാഹുവിൽ നിന്നേ വരൂ, അതിന് മാത്രമേ സാധ്യതയുള്ളൂ. നിങ്ങളെ കൂട്ടത്തിൽ 10-40 വർഷം ജീവിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഈ രൂപത്തിൽ വല്ല ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ടോ? ആ പ്രവാചകൻ്റെ നിരക്ഷരത നിങ്ങൾക്കറിയാമല്ലോ. ആ പ്രവാചകൻ്റെ സംസാരത്തിൻ്റെ ഭാഷയും ശൈലിയും നിങ്ങൾക്കറിയാമല്ലോ. ഖുർആൻ അവതരിപ്പിക്കുന്ന അമാനുഷികത നിങ്ങൾ കണ്ടില്ലേ? ഖുർആനിലെ ഗാംഭീര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഇത് നിങ്ങളെ കൂട്ടത്തിലുള്ള മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുന്നതാണോ? അല്ല. എന്നല്ല, ഈ പ്രവാചകൻ നിങ്ങൾക്കിത് എത്തിച്ചു തരുന്നതിൻ്റെ ഗുണം ആർക്കാണ്? പ്രവാചകന് വല്ല ഗുണമുണ്ടോ? നിങ്ങളുടെ ആക്ഷേപം കേൾക്കുക എന്നതല്ലാതെ അങ്ങനെ ഒരാൾ ഈ പണിക്ക് നിൽക്കുമോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഈ ഖുർആൻ എത്തിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഗുണം നിങ്ങൾക്കാണ്. പ്രവാചകന് പല ദോഷങ്ങൾ ഭൗതികമായിട്ടുള്ളൂ, നിങ്ങൾ തന്നെയാണല്ലോ അതിൻ്റെ ഏറ്റവും നല്ല സാക്ഷികൾ എന്നതാണ്. ലാ റൈബ ഫീഹ് എന്ന് പറഞ്ഞതിൽ എന്തിനെക്കുറിച്ചാണെന്നതിൽ പണ്ഡിതന്മാർക്ക് 1-2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്നതിൽ ലാ റൈബ ഫീഹ്, അതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതൊരു വ്യാഖ്യാനം, ലാ റൈബ ഫീഹ് തൻസീലുൽ കിതാബ്, ആ ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ഒരു സംശയമില്ല, ഖുർആനിൽ ഒരു സംശയവുമില്ല. അപ്പം അള്ളാഹുവിൽ നിന്നാണെന്നതിൽ സംശയമില്ല, ഖുർആനിൽ ഒരു സംശയവുമില്ല എന്ന് 2 വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. മൊത്തത്തിൽ ഈ വേദ പഠനങ്ങളുടെ സ്രോതസ്സ് ഏതാണെന്ന് തുടക്കത്തിലെ വിളംബരം ചെയ്യുകയാണ്. മിർ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണിത് വന്നത്? അത് സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുമ്പോൾ തഫീമുൽ ഖുർആൻ പറയുന്നത് പോലെ 3 കാര്യങ്ങൾ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, അതൊരു വലിയ അവകാശവാദമാണ്. ഇത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള കൃത്യമായ അവകാശവാദം. 2, ഇതൊരു ഗംഭീര വെല്ലുവിളിയാണ്. അഥവാ ഇങ്ങനെ ഒരു വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് വന്നു എന്ന് കഴിഞ്ഞാൽ നിങ്ങളതിനെ തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ? നിങ്ങളെ സമീപനത്തിനനുസരിച്ചാണ് അടുത്ത നടപടി. മൂന്നാമത്തത് രൂക്ഷമായ താക്കീതാണ്. അതെന്താ? അള്ളാഹുവിൽ നിന്നൊരു ഗ്രന്ഥം വന്നിട്ട് അത് തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇനി ഖുർആനിൽ പറയാൻ പോകുന്നത് പോലെ പൂർവിക സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അം യഖൂലൂന ഇഫ്തറാ, എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഇത് അദ്ദേഹം സ്വയം ചമച്ചതാണെന്ന് ഈ ജനം പറയുന്നുവോ? ഇത് അള്ളാഹുവിനെ അറിയാത്തൊരു കാര്യമായിട്ട് പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. സംഗതി ഇത്ര കൃത്യമായിട്ടും അവരങ്ങനെ പറഞ്ഞു കളയുന്നുണ്ടോ? എങ്കിൽ അതൊരു അത്ഭുതമാണല്ലോ. ആ ഒരു ആശ്ചര്യമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശകാരിക്കുന്നവർ നബിയിൽ നിന്നുള്ളതല്ല ഈ വേദം എന്ന് ആരോപണം ഉന്നയിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആരോപണം എങ്ങനെയാണ് അവർ ഉന്നയിക്കുക?
അപ്പോൾ സത്യനിഷേധികളുടെ സത്യസന്ധതയില്ലായ്മ, ലജ്ജയില്ലായ്മ, കാപ്പട്യം, ഇതൊക്കെ ഈ ചോദ്യശരത്തിലുണ്ട്. നിങ്ങളിതിനെ തള്ളിപ്പറയുകയാണോ? ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് യുക്തിയുടെ വെളിച്ചത്തിലാണ് നിങ്ങളിതിനെ തള്ളിപ്പറയുന്നത്? സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നും മനുഷ്യരങ്ങനെയാണ്. ഏറ്റവും വലിയ സത്യങ്ങളെ, സത്യപ്രസ്ഥാനങ്ങളെ കളവായിക്കൊണ്ടിരിക്കുക, അടച്ചാക്ഷേപിക്കുക, ഇസ്ലാമിനെ, പ്രവാചകനെ എതിരെ ഗീബൽസിയൻ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത്തരമൊരു ജീവിതത്തിലാണ്, ഇസ്ലാമോ ഫോബിയയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക്, അല്ല പ്രത്യുത നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമത്രേ അത്. അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്, നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതാണ് ബൽ, അങ്ങനെയല്ല, നിങ്ങൾ വാദിക്കുന്നത് പോലെ പറയുന്നത് പോലെയല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ് ഇത്. ഹുവൽ ഹക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചല്ല, ഖുർആനെ കുറിച്ചാണ്. ഹുവൽ ഹക്ക്, അത് സത്യമാണ്. പ്രവാചകൻ കെട്ടിച്ചമച്ചതാണ് ഈ വേദമെന്ന വാദങ്ങളെ ഒറ്റവാചകത്തിൽ അള്ളാഹു നിഷേധിക്കുകയാണ്. ഹുവൽ ഹക്ക്, ഖുർആൻ സത്യമാണ്. മേ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നാണ് എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുന്നു. കാരണം ഈ വാദത്തിൻ്റെ പൊള്ളത്തരം അത്ര വ്യക്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഒരു ഖുർആൻ പറയുക എന്ന പൊള്ളത്തരം ആർക്കും പെട്ടെന്ന് ബോധ്യമാകും. അത് അവർക്കറിയാവുന്ന കാര്യമാണ്, അതല്ലാതെ അറിയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. അവർക്കറിഞ്ഞുകൊണ്ട് അവർ നിഷേധിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ ന്യായീകരിക്കുന്നത് പോലും മറുപടിയുടെ ബലം കുറയ്ക്കുന്ന കാര്യമാണ്. ചില മറുപടി അങ്ങനെയാണ്. നമ്മളത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ മറുപടിയുടെ ഫലം കുറഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യമുള്ളതേ ആ വിഷയത്തിൽ പറയേണ്ടതുള്ളൂ. ഇവിടെ മേ റബ്ബിക എന്ന ശൈലി തന്നെ മറ്റൊരു മറുപടിയാണ്. ഇറക്കുന്നവൻ വേറെയാണ്, സ്വീകരിക്കുന്നവൻ വേറെയാണ്. ഇതിറക്കപ്പെട്ടത് മേ റബ്ബിക, നിൻ്റെ റബ്ബിൽ നിന്നാണ്, അല്ലാതെ നിന്നിൽ നിന്നല്ല. ഒരാൾ ഇറക്കിയതാണ്. അപ്പോൾ സ്വീകരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടാവണമല്ലോ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബ്ബുൽ ആലമീൻ മിർ റബ്ബിക എന്ന് 2 തവണയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയബന്ധമുള്ള, ജീവിത ബന്ധമുള്ള ഈ വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതെന്നും ഇത് അംഗീകരിച്ചാലുള്ള ഗുണമെന്താണെന്നും തുടർന്ന് പറയുന്നുണ്ട്. ലിതുൻദിറ ഖൗമൻ മാ ആതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, അതാണ് നിനക്ക് മുമ്പ് മുന്നറിയിപ്പുകാരും ആഗതമായിട്ടില്ലാത്ത ഒരു ജനത്തിന് നീ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ലിതുൻദിറ ഖൗമൻ, ഒരു ജനതക്കാണ്, മാ ആതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, നിന്റെ മുമ്പ് അടുത്ത കാലത്തൊന്നും ഒരു പ്രബോധകൻ, ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല. ആ മുന്നറിയിപ്പുകാരനായിട്ടാണ്, നദീറായിട്ടാണ്, മുന്തിറായിട്ടാണ് താങ്കൾ വന്നിട്ടുള്ളത് എന്ന് അടുത്ത ഒരു ഭാഗമായി പറയുകയാണ്. അറബികളിൽ സത്യദീനിൻ്റെ ആദ്യ പ്രകാശമെത്തിയത് ഹൂദ്, അതുപോലെ സ്വാലിഹ് അലൈഹിസ്സലാം മുഖേനയാണ്. അത് ചരിത്രാതീത കാലത്തായിരുന്നു. എന്നാൽ പിന്നീട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ, ഇസ്മായിൽ അലൈഹിസ്സലാമയിലൂടെ അറബികൾക്ക് സത്യപ്രകാശം എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഷുഐബ് നബി അലൈഹിസ്സലാം അവരിൽ വന്നത് ഏകദേശം ഒരു 2000 വർഷം മുമ്പാണ്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ഏകദേശം 2500 വർഷം മുമ്പാണ്. അപ്പോൾ ഷുഐബ് നബി വന്നു പോയിട്ടും ഏകദേശം 2000-ത്തിലധികം വർഷമായി. ഇതൊരു വലിയ ഇടവേളയാണ്. 2000 വർഷങ്ങൾക്കൊരു ജനതയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകാരൻ വരാതിരിക്കുക എന്ന ഇടവേളയെ ഉല്ലംഘിച്ചുകൊണ്ടാണ് ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി താങ്കളെ അയക്കുന്നത്. അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഭൗതികമായ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു താല്പര്യത്തിന് വേണ്ടി നഊദു ബില്ലാഹ് ഒരാൾക്ക് നുബുവത്ത് കൊടുത്തതല്ല. ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. എന്തിന്? ലഅല്ലഹും യഹ്തദൂൻ, അതാണ്, അവർ സന്മാർഗം പ്രാപിച്ചെങ്കിലോ, ഒരു പ്രതീക്ഷയാണ്.
ഈ പ്രവാചകനെ അംഗീകരിക്കുക വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഹിദായത്താണ്, സന്മാർഗമാണ്, വെളിച്ചമാണ്. ഈ 2000-ത്തിലധികം വരുന്ന വർഷങ്ങളുടെ ഇടവേളയിൽ നിങ്ങൾക്ക് സംഭവിച്ച അപജയങ്ങളിൽ നിന്ന്, ജാഹിലിയത്തിൽ നിന്ന് വീണ്ടും പ്രകാശത്തിലേക്ക്, ഹിദായത്തിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കാനാണ് ഒരു പ്രവാചകൻ വരുന്നത്. അതിന് നിങ്ങൾ സംശയമില്ലാത്ത സത്യസന്ധമായ ഖുർആനിനെ അംഗീകരിക്കുക എന്നതാണ് വഴി. ആ ഖുർആനെ അംഗീകരിച്ചാൽ പോരാ, അത് കൊണ്ടുവന്ന പ്രവാചകനെയും നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബിയെ പ്രവാചകനായിട്ട് അംഗീകരിച്ച്, ഖുർആനെ സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമായിട്ട് അംഗീകരിച്ച്, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച ഒരു ജീവിത രീതിയാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കതിൻ്റെ വിജയമുണ്ടാകും. നമുക്കിതിലുള്ള പാഠം, ഈ പറയുന്ന ജാഹിലിയത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വഴികേടുകളും പിടിപ്പുകേടുകളും ഇരുട്ടും നമ്മുടെ മുമ്പിലും ഉണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മുടേതായ മുന്നറിയിപ്പുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്ക് തിരിച്ചു നടക്കണം. അള്ളാഹു ഈ പറയുന്ന വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അല്ലാതെ പൂർവ്വകാലത്തെ കഥകൾ കേൾക്കുന്നതിൽ മാത്രം അർത്ഥമില്ല. ഖുർആൻ ഇതൊക്കെ പറയുന്നത് നമ്മളിലൂടെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യം ഇതിനിടയിൽ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന, വിശുദ്ധ ഖുർആനിൽ നിന്ന് സന്മാർഗം സ്വീകരിക്കുന്ന, വെളിച്ചം സ്വീകരിക്കുന്ന, പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന, അനുസരിക്കുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.